ലോകത്തിൻ്റെ ഭൂപടത്തിൽ അടുത്ത കാലത്ത് രക്തരൂഷിതമായ ഏറ്റുമുട്ടലുകൾ കൊണ്ട് പിറവികൊണ്ട നമ്മുടെ അയൽക്കാരാണ് ബംഗ്ലാദേശ്. 1971 സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഏകദേശം 40 കൊല്ലത്തോളം രാഷ്ട്രീയ അസ്ഥിരതയും പട്ടാള അട്ടിമറികളും പ്രതികാര നടപടികളും അരങ്ങുവാണിരുന്ന ഏഷ്യയുടെ രോഗി എന്ന പേര് സമ്പാദിച്ച രാജ്യം. വിഭജനാനന്തരം പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ കടുത്ത അവഗണനകൾ അന്നേ ആ രാജ്യത്തെ ശ്വാസം മുട്ടിച്ചിരുന്നു. അതിനു പുറമെ തുടരെ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും അതുമൂലം നേരിടേണ്ടി വന്ന ഭക്ഷ്യക്ഷാമവും എല്ലാം ചേർന്ന് ആ രാജ്യത്തെ ഒരു നരകമാക്കി മാറ്റിയിരുന്നു. ഒരേ മതവിശ്വാസം പേറുന്നവരാണെങ്കിലും ബംഗ്ലാ വംശജരെയും അവരുടെ ഭാഷയായ ബംഗാളിയെയും പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഉന്നത കുലജാതരെന്ന് വിശ്വസിക്കുന്ന വിഭാഗങ്ങൾക്ക് എന്നും അവജ്ഞയായിരുന്നു. അതിനാൽ അവരുടെ നയങ്ങളിലും നടപടികളിലും അത് മുഴച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിരുന്നു 1970 തിരഞ്ഞെടുപ്പിനെ വ്യക്തമായ ഭൂരിപക്ഷം അവാമി ലീഗ് നേടിയിട്ടും ബംഗാളിയായ മുജീബുർ റഹ്മാൻ പ്രധാനമന്ത്രിയാകുന്നത് ഒട്ടും ഉൾക്കൊള്ളാത്ത പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ മേലാളന്മാർ സൈന്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയായിരുന്നു. അവഗണനയിൽ ആണ്ടുകിടന്നിരുന്ന ആ ജനസമൂഹത്തിന് ഇതുകൂടി ആയപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് മനസ്സിലായി. പിന്നെ നടന്നത് തീർത്തും ചരിത്രം മാത്രമായിരുന്നു. കേട്ടാൽ ലജ്ജിക്കുന്ന അത്ര ക്രൂരതകൾ നടമാടിയ ബംഗ്ലാദേശ് വിമോചന പോരാട്ടം അങ്ങനെ മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വ്യക്തമായ സഹായത്തോടു കൂടി വിജയത്തിലെത്തിക്കുകയും ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യം പിറവികൊള്ളുകയും ചെയ്തു. എന്നാൽ ഈ വിമോചന സമരകാലത്ത് പാകിസ്ഥാൻ പട്ടാളത്തെ സഹായിക്കുന്ന ജനവിഭാഗങ്ങളും അവരുടെ ഒരു ചെറിയ സംഘടനകളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ ക്രൂരതകളിലെല്ലാം ഒട്ടും മോശമല്ലാത്ത സംഭാവനകളും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിപ്ലവാനന്തരം ഇവരെ തിരിഞ്ഞു പിടിച്ചുള്ള പകപോക്കലുകൾ ബംഗ്ലാദേശിൽ ഉടനീളം നടന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ബംഗ്ലാദേശിൻ്റെ സാമൂഹിക മനസ്സ് വിപ്ലവാനന്തരം വിഭാഗീയതകൾ നിഴലിച്ചതായിരുന്നു. ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെയാണ് അത് കുറേയേറെ അവിടുത്തെ ഭരണാധികാരികൾ മാറ്റി മറിക്കപ്പെട്ടത്. ആദ്യത്തെ പട്ടാള വിപ്ലവത്തിൽ തന്നെ ഇപ്പോൾ പുറത്താക്കപ്പെട്ട ഹസീനയും സഹോദരിയും ഒഴിച്ച് മുജീബുർ റഹ്മാൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങളും പട്ടാളത്തിൻ്റെ തൂക്കിനിരയായി. പിന്നീട് നീണ്ടുനിന്ന പട്ടാള ഭരണവും അതിനുശേഷം വന്ന നാമം മാത്രമായ തിരഞ്ഞെടുത്ത സർക്കാരുകളും ഒന്നും തന്നെ ആ രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ പ്രാപ്തമായിരുന്നില്ല. എന്നാൽ അതിനൊരു മാറ്റമുണ്ടാകുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആദ്യമായി അധികാരത്തിൽ വരുമ്പോഴാണ്. ആദ്യത്തെ കുറേ വർഷങ്ങളിൽ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അവർ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ സമ്മർദ്ദങ്ങളിലും സ്വജനപക്ഷപാതങ്ങളിലും അടിമപ്പെട്ട് അഴിമതിയിൽ കുളിച്ച് ഒരു വേള ഏഷ്യയിലെ തന്നെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യമായി ബംഗ്ലാദേശിനെ മാറ്റി അതിനെ നാണം കെട്ട് അവർ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടിരുന്ന സമയത്താണ് 2008 ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി ആദ്യമായി ചുമതലയേൽക്കുന്നത്. വധിക്കപ്പെട്ട രാഷ്ട്രപിതാവിൻ്റെ മകളെന്ന നിലയിലും കൂട്ടക്കൊല ചെയ്യപ്പെട്ട കുടുംബത്തിലെ അംഗമെന്ന നിലയിലും മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ജനങ്ങൾക്കിടയിൽ അവർക്ക് മികച്ച സ്വീകാര്യത ഉണ്ടായിരുന്നു. അന്നുവരെ ബംഗ്ലാദേശ് അനുഭവിക്കാത്ത ഒരു ഭരണ സംസ്കാരത്തെയാണ് അവർ പരിചയപ്പെടുത്തിയത്. ഒരേ സമയം ജനങ്ങളെ ഒരുമിച്ച് നിർത്തുകയും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ പരിഗണിച്ച് നയങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ അന്തചിത്രം വരുത്താൻ തുനിഞ്ഞ ശത്രുക്കളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തികൾ അവരെ ബംഗ്ലാദേശിൻ്റെ യഥാർത്ഥ നായികയാക്കി മാറ്റി. അതുവരെ ഏഷ്യയിലെ പിച്ചച്ചട്ടി എന്ന പരിഹാസം പേറിയിരുന്ന ആ കൊച്ചു രാജ്യം മെല്ലെ അന്താരാഷ്ട്ര മാനദണ്ഡ സൂചികകളിൽ ഇടം പിടിച്ചു തുടങ്ങി. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ തൊഴിൽ, കുട്ടികളുടെ ഭക്ഷ്യസുരക്ഷ, ചെറുകിട വ്യാപാരങ്ങൾ എന്നിവയിലെല്ലാം ബംഗ്ലാദേശ് വളരെയേറെ മുന്നേറി. GDP-യിലുണ്ടായ വളർച്ച
അസൂയാവഹമായിരുന്നു. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായമുണ്ടായിരുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു ബംഗ്ലാദേശ്. ഇതിലെല്ലാം ഹസീനയുടെ ഭരണം വളരെയേറെ സഹായകരമായിരുന്നു. ഈ എല്ലാ മുന്നേറ്റങ്ങളും ഷെയ്ഖ് ഹസീനയ്ക്ക് തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹസീനയ്ക്ക് പിഴക്കുന്നത് മൂന്നാമത്തെ പ്രധാനമന്ത്രി ലഭ്യതയോടുകൂടിയാണ്. രണ്ടാമത്തെ സർക്കാരിൽ തന്നെ അവരിൽ ഒരു സ്വേച്ഛാധിപതിയുടെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ന്യായമായ കാരണങ്ങളും രാജ്യതാൽപര്യവും മുൻനിർത്തിയാണ് ആദ്യകാലങ്ങളിൽ ഹസീന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ, എന്നാൽ പോകെ തൻ്റെ വിമർശകരെ പോലും ഉൾക്കൊള്ളാനുള്ള വിശാലത അവർക്ക് നഷ്ടപ്പെട്ടു. ഹസീനയെ വിമർശിക്കുന്നത് ബംഗ്ലാദേശിനെ വിമർശിക്കുന്നു എന്ന നിലയിലേക്ക് ഒരു വേളയിൽ അനുയായികൾ പ്രചരണങ്ങൾ അഴിച്ചുവിടുക കൂടി ചെയ്തു. ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുകയും തൻ്റെ ഇച്ഛകൾ നടപ്പിലാക്കാനുള്ള ഉപാധികളാക്കുകയും ചെയ്തു. ഇതുകൂടിയായതോടുകൂടി ജനങ്ങൾക്കിടയിൽ അവർക്കിടയിൽ അതുവരെ ഉണ്ടായിരുന്നില്ലാത്ത അമർഷങ്ങൾ ഹസീനക്കെതിരെ മുളപൊട്ടി. ഇതിനെല്ലാം എരിവ് പകർന്നുകൊണ്ട് നോബൽ സമ്മാന ജേതാവും അതുവരെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയ പ്രവൃത്തികളുടെ ഉടമയുമായ മുഹമ്മദ് യൂനിസിനെ ഇല്ലാത്ത അഴിമതിയുടെ പേരിൽ ജയിലിലടച്ച് ലോകത്തെ തന്നെ ഞെട്ടിച്ചു. ഹസീനയുടെ ആദ്യത്തെ വലിയ പിഴയായിരുന്നു ആ അറസ്റ്റ്. എന്നാൽ അതിനുശേഷം ഹസീന മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു, യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ. സ്വേച്ഛാധിപതികൾ എന്നും കെണിയിൽ അകപ്പെട്ടിരുന്നത് തങ്ങളുടെ പരിവാര വൃന്ദങ്ങളുടെ ദുരുപദേശങ്ങളിലും സ്വാർത്ഥ താല്പര്യങ്ങളിലും അതിലുപരി സാമ്പത്തികമായ അഭിഹിതങ്ങളിലുമാണ്. അത് തന്നെ സംഭവിച്ചു. ഹസീനയുടെ ഗുമസ്തൻ 400 കോടിയുടെ ആസ്തി അടക്കം അവരുടെ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന കുടുംബക്കാരിലും അടുപ്പമുള്ളവരിലുമായ ആളുകളുടെ എല്ലാം തന്നെ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു. ഹസീനയ്ക്കെതിരെ നേരിട്ട് ആരോപണങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഇവരെല്ലാം ഹസീനയുടെ ബിനാമികളാണ് എന്ന വാദം ശക്തിപ്പെട്ടു. തൻ്റെ മുൻഗാമിയും രാഷ്ട്രീയ ശത്രുവുമായ ഖാലിദ സിയയെ ജയിലിലടച്ച അതേ അഴിമതി ആരോപണത്തിൽ ഹസീനയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഹസീന കണ്ടെത്തിയ ഒരു മാർഗമാണ് അതുവരെ കോടതി തടഞ്ഞു വെക്കപ്പെട്ട സംവരണം എന്ന ഭൂതത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ തുറന്നുവിടുക എന്നത്. അവരുടെ പിഴവുകളുടെ ആരംഭം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കോടതി മരവിപ്പിച്ച സ്വതന്ത്ര സമര സേനാനികളുടെ ആശ്രിതർക്ക് നൽകിയിരുന്ന 30% സംവരണം 4 സ്വതന്ത്ര സമര നേതാക്കളുടെ മക്കളെ ഉപയോഗിച്ച് കോടതിയിൽ ചോദ്യം ചെയ്തതോടുകൂടി ആ അധ്യായം ആരംഭിക്കുന്നു. കോടതിയുടെ ഈ ഇടപെടൽ ബംഗ്ലാദേശിൽ വളരെയേറെ ചർച്ചയാവുകയും അതിലവർക്ക് അനുകൂലമായ വിധി വരിക കൂടി ചെയ്തതോടുകൂടി ആ സംവരണം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇത് ജനങ്ങൾ അഴിമതി മറന്നു പോവുകയും ഈ സംവരണ പ്രക്ഷോഭത്തിൻ്റെ പിറകിൽ പോകുമെന്നും ഹസീന കണക്ക് കൂട്ടി. ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചതിന് ശേഷം ഇത് പിൻവലിക്കാം എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. എന്നാൽ തൻ്റെ ജനങ്ങളുടെ അമർഷത്തിൻ്റെ അളവ് ഒരു സംവരണത്തിൽ മാത്രം ഒതുങ്ങുന്നത് ആയിരുന്നില്ല എന്നത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. സമാധാനപരമായി ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാർത്ഥികൾ ആരംഭിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭം നാടാകെ ഏറ്റെടുത്തു. കാര്യങ്ങൾ അതുവരെ ഹസീനയ്ക്ക് അനുകൂലമായിരുന്നു. ഹസീന പ്രതീക്ഷിച്ച പോലെ തന്നെ ജനങ്ങൾ ആ വിഷയത്തിൽ തളച്ചിടപ്പെട്ടു. പക്ഷേ അവരുടെ അടുത്ത പിഴവ് ഒരു വാർത്താ സമ്മേളനമായിരുന്നു. ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ അനുകൂലികളെ വിളിക്കുന്ന റസാഖർ എന്ന പദം സമരക്കാരെയും വിദ്യാർത്ഥികളെയും വിളിച്ചതോടുകൂടി അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സമരം ശക്തമായ രീതിയിൽ മാറി. ഭയപ്പെട്ട ഹസീന ഭരണകൂടം തുടർന്ന് കോടതിയുടെ ഇടപെടലുകൾ ആവശ്യപ്പെടുകയും അതുവഴി ആ സമരക്കാർക്ക് അനുകൂലമായി ആ വിധി സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന സമരകോലാഹലങ്ങൾ എല്ലാം നിൽക്കുമെന്ന് ഹസീന കണക്ക് കൂട്ടി. എന്നാൽ ആ സ്റ്റേ ഒന്നും സമരക്കാരെ യാതൊരു രീതിയിലും
ബാധിച്ചതേയില്ല. തങ്ങളുടെ അഭിമാനമായിരുന്ന പ്രധാനമന്ത്രി ബംഗ്ലാദേശിലെ ഭൂരിഭാഗം ജനങ്ങൾക്കിടയിലും അപ്പോഴേക്കും അനാഭിമുഖയായി മാറിയിരുന്നു. പിന്നീട് സമരക്കാരുടെ ആവശ്യം തങ്ങളെ റസാഖർ എന്ന് വിളിച്ച ഹസീനയുടെ രാജിയായിരുന്നു. സമനില നഷ്ടപ്പെട്ട ഹസീന അനുകൂലികൾ അതുവരെ സമാധാനപരമായി മാത്രം സമരം ചെയ്തിരുന്ന ആ വിദ്യാർത്ഥികളെ കായികപരമായി നേരിടാൻ ആരംഭിച്ചു. ഇത് തടയാൻ ഹസീന ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, പട്ടാളത്തെയും പോലീസിനെയും ഇറക്കി സമരക്കാരെ അടിച്ചമർത്താനും ആരംഭിച്ചു. രക്തസാക്ഷികൾ കൂടുന്തോറും സമരത്തിൻ്റെ വീര്യവും കൂടി വന്നു. തൻ്റെ ഭരണകാലത്ത്, തൻ്റെ പിതാവിൻ്റെ ഭരണകാലത്തും പാകിസ്ഥാൻ ഭരണകാലത്തും തങ്ങളുടെ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്നവർ ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന കാര്യം കാണാതെ കൂടി ചെയ്തതോടുകൂടി അവരുടെ പതർച്ച ആരംഭിച്ചു. അവർ എല്ലാവരും ഒരു അവസരം കാണിക്കാൻ വേണ്ടി, മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സാധാരണക്കാരെ മുന്നിൽ നിർത്തി ഹസീനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. സമരം സായുധമായ കലാപത്തിലേക്ക് ബംഗ്ലാദേശിനെ ഓരോ ദിവസവും കൂടുന്തോറും നയിച്ചുകൊണ്ടേയിരുന്നു. ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പോലും താറുമാറായ രാജ്യത്ത് ഹസീനയ്ക്ക് നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആകെ ആശ്വാസമായിരുന്ന സൈന്യം അതുവരെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അനുദിനം ജനബാഹുല്യത്തോടെ മുന്നോട്ടു പോകുന്ന സമരത്തെ അടിച്ചമർത്താൻ സൈന്യത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനിടയിൽ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആഹ്വാനത്തിൽ ധാക്ക മാർച്ച് പ്രഖ്യാപിക്കപ്പെട്ടത്. ധാക്കയിലേക്ക് ഇരച്ചു വരുന്ന മനുഷ്യസാഗരത്തെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ തങ്ങൾ കഴിയില്ല എന്ന് കട്ടായം പറഞ്ഞ സൈന്യം ഹസീനയോട് രാജിവെക്കാനും രാജ്യം വിടാനും, എന്തിന് ഒരു അഭിസംബോധനക്ക് പോലും സമയം പോലും അനുവദിക്കാൻ അവർ തയ്യാറായില്ല. അന്ന് തന്നെ രാജ്യം വിടാൻ അവർ ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അവരെ കയറ്റി അയക്കുകയും ചെയ്തു. പിന്നീട് ബംഗ്ലാദേശിൽ കണ്ടത് ലജ്ജിപ്പിക്കുന്ന അരാജകമായ കാര്യങ്ങളാണ്. പ്രധാനമന്ത്രിയുടെ വസതി പോലും കൊള്ളയടിച്ച് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ജനത, അതുവരെ അവർ എത്രത്തോളം തങ്ങളുടെ പ്രധാനമന്ത്രിയെ വെറുത്തിരുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. തങ്ങളുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ തകർക്കുകയും ചിലർ അതിൽ മൂത്രമൊഴിക്കുക വരെ ചെയ്തു. ഉന്മാദരായ ജനങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ചിത്രപ്പെടുത്തുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും പുരോഗതിയുടെ പാതയിലേക്ക് ആ രാജ്യത്തെ കൈപിടിച്ച് ഉയർത്തിയ ഒരു മഹത് വനിതയ്ക്ക് തൻ്റെ ചുറ്റുപാടിൽ തൻ്റെ ജനങ്ങളിൽ നിന്നും അകന്നതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്തു. ഒരു ജനതയും ഒരു നേതാവിനെയും തങ്ങളുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നും അവർ അങ്ങനെ അനുവദിക്കപ്പെടുന്നത് ഭയം കൊണ്ട് മാത്രമാണെന്നും ലോകത്ത് നടന്ന സ്വേച്ഛാധിപതികളുടെ പതനത്തിൽ നിന്നെങ്കിലും ഹസീന പഠിക്കണമായിരുന്നു. അതുപോലെ തന്നെ വൈകാരികമായി പ്രതികരിച്ച ബംഗ്ലാദേശിലെ ജനത തങ്ങളുടെ കഴിവ് തെളിയിച്ച നേതാവിനെ പ്രതിലോമകാരുടെ കയ്യിലെ കളിപ്പാവകളാവാതെ തിരുത്താനുള്ള ഒരു അവസരം നൽകാതിരുന്നതും അവരുടെ ഭാവിയെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഈ ഉന്മാദങ്ങൾ കെട്ടടങ്ങുമ്പോൾ അവർക്കതിൽ പശ്ചാത്താപം തോന്നാൻ വരാതിരിക്കട്ടെ. ഇനിയെങ്കിലും ലോകത്ത് ഏകാധിപതികളാകാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ